Hello everyone. This is my fifth video on this chapter, the principles of inheritance and variation. കഴിഞ്ഞ 4 വീഡിയോസും കണ്ടോ നിങ്ങൾ? അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക, എങ്കിലേ എളുപ്പത്തിൽ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ 2 സബ് ടോപ്പിക്സ് ആണ് കാണാൻ പോകുന്നത്. വൺ ഇസ് കോഡോമിനൻസ് ആൻഡ് ദ അതർ വൺ ഇസ് ഡൈഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ ഫസ്റ്റ് സബ് ടോപ്പിക്കായ കോഡോമിനൻസ് ഒന്ന് എന്താണെന്ന് പരിശോധിക്കാം. ബിഫോർ ദാറ്റ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രിഗർ മെൻഡൽസ് എക്സ്പെരിമെൻറ്റ്. ഓർക്കുന്നുണ്ടോ? ടോൾ ആൻഡ് ഡ്വാർഫ് പ്ലാന്റിനെ ക്രോസ് ചെയ്തു അല്ലേ? F1 ജനറേഷനിൽ ഏത് പ്ലാന്റാണ് കിട്ടിയതിരിക്കുന്നത്? ഫിനോടൈപ്പ് ഏതായിരുന്നു? ടോൾ പ്ലാന്റ് അല്ലേ? ദ ക്യാരക്ടർ ഓഫ് വൺ ഓഫ് ദ പാരൻസ്. 2 പാരൻസിൽ ഒരു പാരന്റിന്റെ ക്യാരക്ടറാണ് ഒന്നാം തലമുറയിൽ കിട്ടിയിരിക്കുന്നത്, ടോൾ എന്ന ക്യാരക്ടർ അല്ലേ? അത് തന്നെയാണ് നമ്മൾ ലോ ഓഫ് ഡോമിനൻസ് എന്നൊക്കെ പറഞ്ഞു പഠിച്ചു. മറ്റൊന്ന് ഒരു കാര്യം കൂടെ ഇവിടെ ഓർക്കാനുണ്ട്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു അത്? ഫോർ എക്സാമ്പിൾ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? റെഡ് ഫ്ലവറിങ് സ്നാപ്ഡ്രാഗണും വൈറ്റ് ഫ്ലവർഡ് സ്നാപ്ഡ്രാഗണും ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്നത് പിങ്ക് കളേർഡ് ഫ്ലവറിങ് സ്നാപ്ഡ്രാഗൺ അല്ലെ? പിങ്ക് ഫ്ലവർ ഉള്ള സ്നാപ്ഡ്രാഗണാണ്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? മിക്സിംഗ് ഓഫ് ക്യാരക്ടേഴ്സ് ഓർ ബ്ലെൻഡിങ് ഓഫ് ക്യാരക്ടേഴ്സ്, ആൻഡ് ദിസ് പ്രോസസ് വാസ് കോൾഡ് ആസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇതിനാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. Here now we are going to see codominance, which is totally different from this law of dominance and incomplete dominance. മനസ്സിലായോ? ഈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ നിന്നും മെൻഡീലിയൻ പ്രിൻസിപ്പിളിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്, കോഡോമിനൻസ്. കോഡോമിനൻസിൽ 2 അലീൽസ്, അതെങ്ങനെയാണ് 2 അലീല് വരുന്നത്? ഡിപ്ലോയിഡ് കണ്ടീഷൻ ആണല്ലോ ഹ്യൂമൻ ബീങ്സിൽ അല്ലേ? 1 allele from father and 1 allele from mother. അപ്പോൾ ഡിപ്ലോയിഡ് കണ്ടീഷനാണ് സെക്ഷൽ ഫെർട്ടിലൈസേഷനിൽ നടക്കുന്നത്. ഈ ഡിപ്ലോയിഡ് കണ്ടീഷനിൽ both the alleles are expressed, the characters of both the alleles are expressed, then that condition can be called as codominance. 2 അലീൽസിൽ 2 അലീല് നിയന്ത്രിക്കുന്ന ക്യാരക്ടറും ഒന്നാം തലമുറയിൽ പ്രകടമാക്കിയെങ്കിൽ ആ അവസ്ഥയെ നമ്മൾ എന്ത് വിളിക്കും? കോഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ എന്തായിരുന്നു കണ്ടത്? 2 അലീൽസ്, ഫാദറിൽ നിന്നും മദറിൽ നിന്നും വന്ന അലീൽസിൽ ഇവിടെ 2 ബ്ലെൻഡിങ് ഓഫ് ക്യാരക്ടേഴ്സ്, 2ന്റെ ഇടയിലുള്ള അല്ലെ മിക്സിംഗ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് കണ്ടത് അല്ലേ? എന്നാൽ കോഡോമിനൻസിൽ എന്താണ് കാണുന്നത്? 2 അലീൽസും ഒരുപോലെ എക്സ്പ്രസ് ചെയ്യാണ് ക്യാരക്ടേഴ്സ്. ദിസ് കണ്ടീഷൻ ഇസ് നോൺ ആസ് കോഡോമിനൻസ്. ഒരു എക്സാമ്പിളിലൂടെ കോഡോമിനൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ മാൻ. മനുഷ്യനുള്ള നമ്മളെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്? ABO ബ്ലഡ് ഗ്രൂപ്പിൽ എന്തൊക്കെ ഗ്രൂപ്പ്സ് ആണ് നമുക്കുള്ളത് മനുഷ്യനിൽ? A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, AB ഗ്രൂപ്പ് ആൻഡ് O ഗ്രൂപ്പ്. അതറിയാലോ. ആൻഡ് ദിസ് ABO ബ്ലഡ് ഗ്രൂപ്പ്, ദിസ് ക്യാരക്ടർ ഇസ് കൺട്രോൾഡ് ബൈ എ ജീൻ കോൾഡ് I. ഏതൊരു ക്യാരക്ടറും ജീനാണല്ലോ നിയന്ത്രിക്കുന്നത്. നമ്മുടെ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഈ സിസ്റ്റത്തെയും നിയന്ത്രിക്കുന്നത് ഒരു ജീനാണ്. ആ ജീനിന്റെ പേരാണ് I. ആൻഡ് ദിസ് I ജീൻ ഹാസ് 3 അലീലിക് ഫോംസ്. അവിടെയാണ് ഒരു കൺഫ്യൂഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു, ഹൈറ്റ് എന്ന ഒരു ക്യാരക്ടറിനെ നിയന്ത്രിക്കുന്ന ജീൻസിന് 2 അലീലിക് ഫോംസ് ഉണ്ട്. എന്തൊക്കെയായിരുന്നു? ക്യാപിറ്റൽ T, സ്മോൾ p. 2 അലീലിക് ഫോംസ് അല്ലേ? ജനറലി സാധാരണ നമ്മൾ കാണുന്നത് ഒരുവിധ എല്ലാ ക്യാരക്ടേഴ്സിനെയും നിയന്ത്രിക്കുന്ന ജീനിന് 2 അലീലിക് ഫോംസ് ആണ്. എന്നാൽ ഇവിടെ ബ്ലഡ് ഗ്രൂപ്പ് നിയന്ത്രിക്കുന്ന ജീൻ ഐക്ക് 3 അലീലിക് ഫോംസ് ഉണ്ട്. സോ ദിസ് കണ്ടീഷൻ ഇസ് നോൺ ആസ് മൾട്ടിപ്പിൾ അലീലിസം. എന്താണ് മൾട്ടിപ്പിൾ അലീലിസം? ദ ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ മാൻ ഈസ് കൺട്രോൾഡ് ബൈ എ ജീൻ കോൾഡ് I. ദിസ് I ജീൻ ഹാസ് 3 അലീലിക് ഫോംസ്. ദാറ്റ് ഇസ് IA, IB and small letter I. You can see this on the screen. As it is controlled by 3 allelic forms, this condition is known as multiple allelism. So, multiple allelism is clear. Next, we should see the difference between IA, IB and small letter I. Different alleles ആണല്ലോ. ABO ബ്ലഡ് ഗ്രൂപ്പ് നിയന്ത്രിക്കുന്ന വ്യത്യസ്ത alleles ആണ് IA
IB and small letter I. ഇത് മൂന്നും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് നോക്കുന്നത്. നമ്മുടെ RBC, റെഡ് ബ്ലഡ് സെൽ ഓർ എറിത്രോസൈറ്റ്, മലയാളത്തിൽ അരുണ രക്താണു എന്ന് പറയും. ഒരു ബ്ലഡ് സെല്ലാണല്ലോ ഇത്. ഈ RBCയുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ മുകളിൽ അല്പം പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന, പുറന്തള്ളി നിൽക്കുന്ന ഒരു ഷുഗർ പോളിമർ കോട്ടിംഗ് കാണാം. ആർക്കൊക്കെ? IA എന്ന അലീൽ ഉള്ളവർക്ക് ഒരു വ്യത്യസ്ത തരം ഷുഗർ പോളിമർ കോട്ടിംഗ് കാണാം. എന്നാൽ IB എന്ന അലീലുള്ളവർക്കോ ഇവരുടെ RBCയിൽ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഷുഗർ പോളിമർ കോട്ടിംഗ് കാണാൻ പറ്റും. എന്നാൽ സ്മോൾ ലെറ്റർ I ഉള്ളവരുടെ RBC നോക്കിക്കോളൂ, അവിടെ ഒരു ഷുഗർ പോളിമർ കോട്ടിംഗ് ഇല്ല. ഇങ്ങനെ കുറച്ച് വ്യത്യസ്ത തരമായിട്ട് ആണ് നമ്മൾ IA, IB, സ്മോൾ ലെറ്റർ I എന്ന് വേർതിരിച്ചിരിക്കുന്നത്. Because of this difference, because of the presence or absence of sugar polymer coating upon the plasma membrane of RBC. ഇനി IA, IB, I ഏതൊക്കെ കോമ്പിനേഷൻസിൽ വരാം മനുഷ്യനിൽ എന്ന് നോക്കുകയാണ്. യു നോ വി ആർ ഡിപ്ലോയിഡ് ഓർഗാനിസംസ്. ഡിപ്ലോയിഡ് അല്ലേ? ഓവം ഹാപ്ലോയിഡാണ്. മിയോസിസിലൂടെ ഉണ്ടായിരിക്കുന്ന സ്പേമും ഹാപ്ലോയിഡാണ് അല്ലേ? രണ്ടും മിയോസിസിലാണ് ഉണ്ടായിരിക്കുന്നത്, ഓവവും സ്പേമും. ബോത്ത് ആർ ഹാപ്ലോയിഡ്. റിഡക്ഷൻ ഡിവിഷനിൽ ഹാപ്ലോയിഡായി. ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ ദ ഓവം ആൻഡ് സ്പേം കമ്പൈൻ ടു ഫോം എ ഡിപ്ലോയിഡ് സൈഗോട്ട്. ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തുണ്ടാവുന്ന നമ്മൾ അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഉണ്ടാവുന്ന ഏതൊരു പ്ലാന്റ് ആയാലും ആനിമൽ ആയാലും ഡിപ്ലോയിഡ് ആയിരിക്കുമല്ലോ. വൺ അലീൽ ഇസ് ഫ്രം ഫാദർ, അതർ അലീൽ ഫോർ എ ക്യാരക്ടർ ഇസ് ഫ്രം മദർ. ഒരു ക്യാരക്ടറിനെ നിയന്ത്രിക്കുന്ന ഒരു അലീൽ അച്ഛനിൽ നിന്നും മറ്റൊരു അലീൽ അമ്മയിൽ നിന്നും അല്ലേ ഈ ക്യാരക്ടറിനെ നിയന്ത്രിക്കുന്ന അലീൽ എത്തിയിരിക്കുന്നത്. അതേപോലെ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കാര്യം നോക്കാം. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് A ഗ്രൂപ്പാണ്. എന്നിൽ ഏത് തരം അലീലിക് കോമ്പിനേഷൻ ആണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ മൾട്ടിപ്പിൾ അലീൽസ് ആണ്, 3 അലീൽസും പറ്റില്ല. ഡിപ്ലോയിഡ് ആകുമ്പോൾ 2 അലീൽസ് ആണ് വേണ്ടത് അല്ലേ? ഏതൊക്കെ കോമ്പിനേഷൻസ് ആണ് എൻ്റെ A ഗ്രൂപ്പിൽ ഉണ്ടാവുക? ഒന്നുകിൽ IA, ക്യാൻ സീ ദ സ്ക്രീൻ, ഇവിടെ ഉണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട്. IA എന്ന് പറയുമ്പോൾ A ഗ്രൂപ്പ് ബ്ലഡ് പേഴ്സൺ ആവാം. അല്ലെങ്കിൽ IA ആൻഡ് സ്മോൾ ലെറ്റർ I ഇപ്പോഴും A ഗ്രൂപ്പാണ്. എന്നാൽ B ഗ്രൂപ്പിന് ഏതൊക്കെ കോമ്പിനേഷൻസ് കാണാം? IB വരുമ്പം B ഗ്രൂപ്പ് ബ്ലഡ് ആയിരിക്കും. അതേപോലെ IB സ്മോൾ ലെറ്റർ I എന്ന് പറയുമ്പോൾ B ഗ്രൂപ്പാണ്. എന്നാൽ IA, IB എന്ന കോമ്പിനേഷൻ വരുമ്പോൾ ഗ്രൂപ്പ് ഏതാണ്? AB ബ്ലഡ് ഗ്രൂപ്പ്. ഐ ടോൾഡ് യു ഇൻ ദ ബിഗിനിങ്, ഇൻ കോഡോമിനൻസ് ബോത്ത് ദി അലീൽസ് ആർ എക്സ്പ്രസ്ഡ് അല്ലേ? ഒരു ക്യാരക്ടറിനെ നിയന്ത്രിക്കുന്ന ഒരു സെറ്റ് അലീലാണ്. ആൻഡ് ദിസ് 2 alleles are expressed in codominance. ഈ 2 അലീൽസും കോഡോമിനൻസിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയാലോ. അതുകൊണ്ട് തന്നെ IA, IB എന്ന അലീലിക് കോമ്പിനേഷനിൽ ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്? AB ഗ്രൂപ്പ്. സ്മോൾ ലെറ്റർ I, സ്മോൾ ലെറ്റർ I എന്ന ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അലീൽസിൻ്റെ കോമ്പിനേഷൻ ഉണ്ടല്ലോ. അങ്ങനെ വന്നെങ്കിൽ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? O ഗ്രൂപ്പാണ്. അപ്പം നമുക്ക് നേരത്തെ വാട്ട് ഇസ് ഡോമിനൻസ്, വാട്ട് ഇസ് റെസസീവ് എന്നൊരു കൺഫ്യൂഷൻ വന്നേക്കാം അല്ലേ? എയും ബിയും ഒന്നിച്ച് എക്സ്പ്രസ് ചെയ്യുമ്പോൾ 2ന്റെ ക്യാരക്ടേഴ്സും വന്നു എന്ന്. ഇനി ഈ സ്ലൈഡ് നോക്കൂ. ഗോ ത്രൂ ദിസ് പിക്ചർ. സീ ദ RBC ഓഫ് IA അലീൽ. IA കൺട്രോൾ ചെയ്യുന്ന RBC നോക്കൂ. അപ്പോൺ ദ പ്ലാസ്മ മെംബ്രെയിൻ ഷുഗർ പോളിമർ കോട്ടിംഗ് ഇസ് ദേ. IB കൺട്രോൾ ചെയ്യുന്ന RBC നോക്കൂ. നെക്സ്റ്റ് വൺ another type of sugar polymer coating. IA, IB കോമ്പിനേഷനിൽ വരുമ്പം RBCയുടെ പുറത്ത് നോക്കൂ. IAയുടെ ഷുഗർ പോളിമറും IBയുടെ ഷുഗർ പോളിമറും കാണുന്നുണ്ടോ നിങ്ങൾ? എങ്കിൽ O ഗ്രൂപ്പുകാരൻ്റെ RBCയുടെ പുറത്ത് നോക്കൂ. പ്ലാസ്മ മെംബ്രെയിനിന് പുറത്ത് ഷുഗർ പോളിമർ കോട്ടിംഗ് ഉണ്ടോ? നോ ഷുഗർ പോളിമർ കോട്ടിംഗ്. ഇതാണ് IA, IB ആൻഡ് സ്മോൾ ലെറ്റർ I തമ്മിലുള്ള വ്യത്യാസം. One more fact you have to remember here is, out of these 3 alleles, ഏതൊക്കെ 3 alleles ABO ബ്ലഡ് ഗ്രൂപ്പ് കൺട്രോൾ ചെയ്യുന്ന ജീനിൻ്റെ അലീൽസ് ഏതൊക്കെയാണ്? IA, IB, സ്മോൾ ലെറ്റർ I. Out of these 3 alleles, IA and IB are equally dominant.
അതുകൊണ്ടാണ് IA-IB കോമ്പിനേഷനിൽ രണ്ടും എക്സ്പ്രസ് ചെയ്യുന്നത്, AB ഗ്രൂപ്പ് ആയത് അല്ലേ. ബട്ട് IA is dominant over small I and IB is dominant over small I. When these two come together, IA and IB come together, both will express. രണ്ടും എക്സ്പ്രസ് ചെയ്യും. So this is a good example for codominance. കോഡോമിനൻസിന് ഒരു നല്ല ഉദാഹരണമാണ് ABO blood group which is controlled by a gene I, and this gene I has 3 allelic forms, IA, IB and small letter I. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ്സിൽ ഈ ജീന് ഏതൊക്കെ കോമ്പിനേഷനിലാണ് വരുന്നത് എന്ന് കൂടി നമ്മൾ കണ്ടു. A ഗ്രൂപ്പുകാരന് IA എന്ന് കാണാം, അല്ലെങ്കിൽ IA സ്മോൾ ലെറ്റർ I എന്ന് കാണാം. B ഗ്രൂപ്പുകാരൻ്റെ ബ്ലഡിന് B ബ്ലഡ് ഗ്രൂപ്പുകാരന് കോമ്പിനേഷൻസ് ഏതൊക്കെയാണ് അലീലിക് കോമ്പിനേഷൻസ്? ഒന്നുകിൽ IB എന്ന കോമ്പിനേഷൻ വരാം, അല്ലെങ്കിൽ IB സ്മോൾ ലെറ്റർ I എന്ന് വരാം അല്ലേ. AB ഗ്രൂപ്പുകാരൻ്റെ അലീലിക് കോമ്പിനേഷൻസ് ഏതാണ്? IA, IB. അതുകൊണ്ട് രണ്ടും എക്സ്പ്രസ് ചെയ്യുന്നത് കോഡോമിനൻസ് ആയതുകൊണ്ട്. എന്നാൽ O ഗ്രൂപ്പുകാരൻ്റെ അലീലിക് കോമ്പിനേഷൻ എന്താണ്? സ്മോൾ ലെറ്റർ I, സ്മോൾ ലെറ്റർ I. ഇവിടെ RBCയുടെ മുകളിൽ ഈ O ഗ്രൂപ്പുകാരൻ്റെ RBCയുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ മുകളിൽ നോ ഷുഗർ പോളിമർ കോട്ടിംഗ്, ഷുഗർ പോളിമർ കോട്ടിംഗ് ഇല്ല. ഇത്രയും കാര്യം മനസ്സിലായോ? ഇനി നിങ്ങൾക്കൊരു സംശയം വന്നേക്കാം അബൌട്ട് ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റിംഗ്. നമ്മളെ ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ലാബിൽ പോകുന്നില്ലേ, അവർ RBC എടുത്താണോ പരിശോധിക്കുന്നത് എന്നൊരു ഡൗട്ട് വന്നേക്കാം. ഇപ്പം ഞാൻ പറഞ്ഞു IA എന്ന് പറയുന്ന അലിയിലുള്ളവരുടെ RBCയുടെ മുകളിൽ ഒരു പ്രത്യേക തരം ഷുഗർ പോളിമർ ഉണ്ടെന്ന്. IB എന്ന അലിയിലുള്ള അവരുടെ RBCയുടെ മുകളിൽ മറ്റൊരു പ്രത്യേക തരം ഷുഗർ പോളിമർ ഉണ്ടെന്ന് പറഞ്ഞു. AB ഗ്രൂപ്പുകാരന് IA എന്ന അലിയിലും ഉണ്ടാവും, IB എന്ന അലിയിലും ഉണ്ടാവുമല്ലോ. അവരുടെ RBCയുടെ മുകളിൽ ഈ IA-യുടെ ഷുഗർ പോളിമറും IB എന്ന അലിയിൽ നിയന്ത്രിക്കുന്ന ഷുഗർ പോളിമറും രണ്ട് തരം ഷുഗർ പോളിമറും കാണാൻ സാധ്യതയുണ്ട്. എന്നാൽ സ്മോൾ ലെറ്റർ I എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഷുഗർ പോളിമർ ഇല്ല. പക്ഷേ ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റിങ്ങിൽ നമ്മൾ ഈ RBC ആണോ ലെൻസിലൂടെ നോക്കി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? അല്ല, അവിടെ ഒരു ആൻറ്റി സിറം ടെസ്റ്റാണ് നടക്കുന്നത്. എന്താണ് ഈ ആൻറ്റി സിറം? ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഷുഗർ പോളിമർ എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ RBCയിലുള്ള ഷുഗർ പോളിമർ, അതൊരു ആൻറ്റിജനാണ്. അതിനെതിരായിട്ടുള്ള ഒരു ആൻറ്റിബോഡിയാണ് ആൻറ്റി സിറം എന്ന് പറയുന്നത്. ഈ നമ്മുടെ ബ്ലഡ് എടുത്തൊരു ഡ്രോപ്പിൽ ഈ ആൻറ്റി സിറം A ഒഴിക്കും. എൻ്റെത് A ഗ്രൂപ്പാണല്ലോ. A ഗ്രൂപ്പിന് A ആൻറ്റിജൻ ഉണ്ടാവും അല്ലേ. RBCയുടെ മുകളിൽ പ്രത്യേകതരം ഷുഗർ പോളിമർ ഉണ്ടല്ലോ എൻ്റെ A ഗ്രൂപ്പ് ആയതുകൊണ്ട്. അപ്പോൾ ആൻറ്റി സിറം A ഒഴിച്ചു കൊടുക്കും. അഗ്ലൂട്ടിനേഷൻ അഥവാ കൊയാഗുലേഷൻ അല്ലെ ബ്ലഡ് ക്ലോട്ടിംഗ് കട്ടിയാവുന്നുണ്ടെങ്കിൽ എൻ്റെത് A ഗ്രൂപ്പാണ്. സപ്പോസ് എൻ്റെ ബ്ലഡ് B ഗ്രൂപ്പാണെന്ന് കരുതൂ. ആൻറ്റി സിറം B ഒഴിച്ചിട്ട് കട്ടയാവുന്നുണ്ടെങ്കിൽ അതെന്താണ്? B ഗ്രൂപ്പാണ്. AB ഗ്രൂപ്പുകാരന് ആൻറ്റി സിറം A ഒഴിച്ചാലും ആൻറ്റി സിറം B ഒഴിച്ചാലും ബ്ലഡ് അഗ്ലൂട്ടിനേഷൻ സംഭവിക്കും. എന്നാൽ O ഗ്രൂപ്പുകാരൻ്റെതിൽ ഈ ആൻറ്റി സിറം ഏത് തന്നെ ഒഴിച്ചാലും അഗ്ലൂട്ടിനേഷൻ അല്ലെങ്കിൽ കൊയാഗുലേഷൻ അഥവാ ക്ലോട്ടിംഗ് നടക്കുന്നില്ല. ഇങ്ങനെയാണ് ആൻറ്റി സിറം ടെസ്റ്റിലൂടെയാണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അല്ലാതെ RBC എടുത്ത് പരിശോധിച്ചിട്ടല്ല. പക്ഷേ അലീൽ എങ്ങനെയാണ് ഈ മനുഷ്യൻ്റെ ക്യാരക്ടറിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഫീനോടൈപ്പിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് ഞാൻ RBCയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. IA എന്ന അലീൽ ഒരു പ്രത്യേക തരം ഷുഗർ പോളിമറാണ് RBCയുടെ മുകളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. IB എന്ന അലീൽ മറ്റൊരു തരം ഷുഗർ പോളിമർ കോട്ടിംഗ് ആണ് തരുന്നത്. IA IB എന്ന കോമ്പിനേഷൻ വരുമ്പോൾ രണ്ട് ഷുഗർ പോളിമറും RBCയുടെ മുകളിൽ കാണും. അതൊരു ഫീനോടൈപ്പാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും മനസ്സിലായോ? So let us conclude codominance. What is codominance? Codominance is the occurrence of characters of both the alleles in F1 generation. ഒന്നാം തലമുറയിൽ രണ്ട് അലീൽസിൻ്റെയും ക്യാരക്ടേഴ്സ് എപ്പിയർ ചെയ്യുക, ആ അവസ്ഥയാണ് കോഡോമിനൻസ്.
Example for codominance is ABO blood group, which is controlled by a gene I, and this gene has 3 allelic forms, so it is known as multiple allelism. The 3 allelic forms are IA, IB, small letter I. മനസ്സിലാവുന്നുണ്ടോ? And in different blood groups, 4 different blood groups we can see in human beings: A group, B, AB group and O group. In different blood groups, different combinations we have seen as we are diploid organisms. അത്രയും നമുക്കറിയാം. ഇനി IA-യും IB-യും ഒക്കെ തമ്മിൽ എന്താണ് വ്യത്യാസം? IA and IB are equally dominant. IA is dominant over small letter I and IB is dominant over small letter I. അതുകൊണ്ടാണ് IB സ്മോൾ ലെറ്റർ I എന്ന് പറയുമ്പോൾ ബി ഗ്രൂപ്പല്ലേ പ്രത്യക്ഷത്തിൽ വരുന്നത് ഫിനോടൈപ്പ്. IA എന്നും സ്മോൾ ലെറ്റർ ഐയും വന്ന് ഈ അലീലിക് കോമ്പിനേഷനിൽ ഏത് ഗ്രൂപ്പായിരിക്കും വരിക? എ ഗ്രൂപ്പാണ്. ബിക്കോസ് ദ സ്മോൾ ലെറ്റർ I ഈസ് റെസസീവ്. IA എന്നുള്ളത് ഡോമിനൻ്റ് ആണ്. പക്ഷേ എ ഗ്രൂപ്പും ബി ഗ്രൂപ്പും നോക്കുമ്പം IA, IB നോക്കുമ്പം ബോത്ത് ആർ ഈക്വലി ഡോമിനൻറ്റ്. അതുകൊണ്ടാണ് IA, IB വരുമ്പം AB ഗ്രൂപ്പായിട്ട് പുറത്തു വരുന്നത്. ഈ അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോഡോമിനൻസ്. ഇപ്പോൾ ഷുഗർ പോളിമറിൻ്റെ കാര്യത്തിലാണ് IA, IB ഒക്കെ അല്ലെങ്കിൽ ഐ ഗ്രൂപ്പൊക്കെ സ്മോൾ ലെറ്റർ ഐ ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്നും നമ്മൾ പഠിച്ചു അല്ലേ RBC-യുടെ മുകളിൽ. എന്നാൽ ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ഈ RBC പരിശോധിച്ചിട്ടാണോ നമ്മൾ നടത്തുന്നത്? അല്ല, അതൊരു ആൻറ്റി സീറം ടെസ്റ്റാണ് നടത്തുന്നത്. ആൻറ്റി സീറം ഇസ് നത്തിങ് ബട്ട് ആൻറ്റിബോഡി. ആൻറ്റിജൻ എതിരായിട്ട് നിൽക്കുന്നതാണ് ആൻറ്റിബോഡി. നമ്മുടെ RBCക്ക് മേലെയുള്ള ആ ഷുഗർ പോളിമർ എന്ന് പറയുന്നത് ഒരു ആൻറ്റിജനാണ്. അത് ടെസ്റ്റ് ചെയ്യാൻ അതിനെതിരായിട്ടുള്ള ആൻറ്റിബോഡി ഒഴിക്കുമ്പോൾ അഗ്ലൂട്ടിനേഷൻ സംഭവിച്ചെങ്കിൽ, ഇപ്പോൾ എ ഗ്രൂപ്പുകാരന് ആൻറ്റിസീറം എ ചേർത്ത് കഴിഞ്ഞാൽ അഗ്ലൂട്ടിനേഷൻ സംഭവിക്കും എങ്കിൽ എ ഗ്രൂപ്പാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഈ ടെസ്റ്റിന് നമ്മൾ ആൻറ്റിസീറം ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ഇത്രയും മനസ്സിലായോ? ഇനി അടുത്ത സബ് ടോപ്പിക്കിലേക്ക് പോവാം. ഡൈ ഹൈബ്രിഡ് ക്രോസ്. കഴിഞ്ഞ ക്ലാസ്സിൽ മോണോ ഹൈബ്രിഡ് ക്രോസ് പഠിച്ചു, ഓർക്കുന്നുണ്ടോ? ദ ക്രോസ് ബിറ്റ്വീൻ പാരൻസ് ഡിഫറിങ് ഇൻ സിംഗിൾ ക്യാരക്ടർ അല്ലേ? ക്യാരക്ടർ ഹൈറ്റ് എന്നെടുത്ത് നോക്കാം. അതിൻ്റെ 2 ട്രെയ്റ്റ്സ് എന്തായിരുന്നു? ടോൾ, ഡ്വാഫ്. ഇവരെ ക്രോസ് ചെയ്തപ്പോൾ F1 ജനറേഷനിൽ എന്താണ് പ്രകടമായത്? ഫിനോടൈപ്പ് ടോൾ. ഡോമിനൻറ്റ് ക്യാരക്ടർ അല്ലേ ടോൾ. അപ്പോൾ ഇത് ഒരു സിംഗിൾ ക്യാരക്ടറിനെ എടുത്തുകൊണ്ടുള്ള എക്സ്പെരിമെൻ്റ് ആയിരുന്നു അല്ലേ? ആൻഡ് ദിസ് ക്രോസ് വാസ് നോൺ ആസ് മോണോ ഹൈബ്രിഡ് ക്രോസ്. Here we are going to see a dihybrid cross. In this cross, 2 different characters are selected. The parents differing in 2 different characters are crossed. Such a cross is known as dihybrid cross. This cross is endu paraya? Dihybrid cross. In the F1 generation, one of the characters of the parents, that is the characters of one of the parent, അങ്ങനെയാണ് ഒരു പാരന്റിൽ നിന്ന് വരുന്ന ക്യാരക്ടേഴ്സ് ഡോമിനൻ്റ് ആയി കാണുന്നു. ഒരു ക്യാരക്ടർ എപ്പോഴും ഡോമിനൻ്റ് ആണ്, മറ്റൊന്ന് റെസസീവ് ആണ്. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഗ്രിഗർ മെൻഡൽ നമുക്ക് തന്നിരിക്കുന്നത് പ്ലാന്റ്, പീ പ്ലാന്റ് തന്നെ. അതിൽ യെല്ലോ സീഡ് വിത്ത് റൗണ്ട് ഷേപ്പ്, ഒരു പാരന്റ് യെല്ലോ സീഡ് വിത്ത് റൗണ്ട് ഷേപ്പ്, 2 ക്യാരക്ടേഴ്സാണ്. ഒന്ന് യെല്ലോ സീഡ്, സീഡിൻ്റെ കളറ്, സീഡിൻ്റെ ഷേപ്പ്. മറ്റൊരു പ്ലാന്റ് എടുത്തിരിക്കുന്നത് ഗ്രീൻ സീഡ് വിത്ത് റിങ്കിൾഡ് ഷേപ്പ്, 2 ക്യാരക്ടേഴ്സ് ആണല്ലോ. ഇതിൽ നിന്ന് ഏതൊക്കെ ഗാമീറ്റ് ഉണ്ടാവുക? നമുക്ക് സ്ക്രീൻ ഒന്ന് പരിശോധിക്കാം. സീ ദ സ്ക്രീൻ. യെല്ലോ റൗണ്ട് സീഡ് ഇസ് ക്രോസ്ഡ് വിത്ത് ഗ്രീൻ റിങ്കിൾഡ് സീഡ്. സീ ദ ഗാമീറ്റ്സ്. ക്രോസ് ചെയ്ത് കഴിഞ്ഞു, F1 ജനറേഷൻ വന്നു. വാട്ട് ഇസ് ദ ഫീനോടൈപ്പ് ഓഫ് F1 പ്ലാന്റ്? യെല്ലോ റൗണ്ട്. യെല്ലോ റൗണ്ട് അല്ലേ? ദെൻ വാട്ട് ഹി ഡിഡ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? F1 plants were self pollinated, സെൽഫ് ക്രോസിംഗ് ആയിരുന്നു നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലേ? ഈ F1 പ്ലാന്റിനെ സെൽഫ് പോളിനേറ്റ് ചെയ്യുമ്പോൾ F1 പ്ലാന്റ്സിലുള്ള ഗാമീറ്റ്സ് നോക്കൂ നിങ്ങൾ. 4 ഗാമീറ്റ്സ് ഫ്രം ഫീമെയിൽ സൈഡ് ആൻഡ് 4 ഗാമീറ്റ്സ് ഫ്രം ദ അതർ പാരന്റ് സൈഡ് അല്ലേ? ആൻഡ് ഓൾ ദ 4 ഗാമീറ്റ്സ് ആർ ഡിഫറെൻറ്റ്. വ്യത്യാസം കണ്ടില്ലേ? എല്ലാം ഒരു പാരന്റിൽ നിന്നുള്ള 4 ഗാമീറ്റ്സും തമ്മിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. സോ ദ ചാൻസസ് ഓഫ് ഈച്ച് ഗാമീറ്റ് ഇസ് 25%. 25% ആണ്
ഓരോ ഗാമീറ്റിൻ്റെയും അപ്പിയറൻസിൻ്റെ സാധ്യത. ആൻഡ് ലെറ്റ് us cross these gametes. ഒന്ന് female parent, the other one is male parent. Let us use Punnett square to tabulate this. The parents are noted above the table on each side. Can you see? Then make the cross. Fill up the table. ഒന്ന് ടേബിൾ ഫില്ല് ചെയ്ത് നോക്കൂ. You try yourself. Then count. ഇനി ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. ഹൗ മെനി ടോൾ പ്ലാന്റ്സ് അതെ എങ്ങനെയൊക്കെ കോമ്പിനേഷൻ, നോട്ട് ടോൾ, യെല്ലോ റൗണ്ട്, ഗ്രീൻ റിങ്കിൾ, ഈ കോമ്പിനേഷൻ ആണല്ലോ. എങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സ് വന്നിരിക്കുന്ന ഓസ്പ്രിങ്സ്? യെല്ലോ റൗണ്ട് എന്ന ഓസ്പ്രിങ് എത്ര കിട്ടി? യു ക്യാൻ കൗണ്ട് ഫ്രം ദിസ് ടേബിളിൽ നിന്ന് കൗണ്ട് ചെയ്തെടുക്കുക. എത്ര കിട്ടി നമുക്ക്? 9. ഒന്നുകൂടെ നമുക്ക് നോക്കാം. യെല്ലോ റൗണ്ട്. അടുത്ത പാരന്റ് എന്താണ്? ഗ്രീൻ റിങ്കിൾഡ്. യെല്ലോ റൗണ്ട് എന്നത് 9 പ്ലാന്റ്സ് കിട്ടി. ഗ്രീൻ റിങ്കിൾഡ് എന്ന കോമ്പിനേഷൻ 1 വന്നിരിക്കുന്നത്, ലാസ്റ്റ് വൺ. പിന്നെ ഇതിൻ്റെ ഒരു ക്രോസ് വന്നിരിക്കുന്നത് യെല്ലോ റിങ്കിൾഡ്, ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വന്നു, യെല്ലോ റിങ്കിൾഡ്. പിന്നെ ഒരു കോമ്പിനേഷൻ എന്താണ്? ഗ്രീൻ റൗണ്ട്. അങ്ങനെ ഒരു പ്രൊജനി കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ യെല്ലോ റിങ്കിൾഡ് എന്നത് 3 വന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യുക എവിടെ വെച്ച്. ദെൻ ഗ്രീൻ റൗണ്ട് എന്ന കോമ്പിനേഷനുള്ളത് 3. യു ആർ ഗെറ്റിംഗ് 3. അപ്പോൾ ടോട്ടലി എന്താ റേഷ്യോ വന്നിരിക്കുന്നത്? ദ റേഷ്യോ ഓഫ് പ്രൊജനി ഇൻ ഫ്രം പണ്ണറ്റ് സ്ക്വയർ ഇസ് 9:3:3:1. ക്ലിയർ ആണോ? യു ഡു യുവർസെൽഫ്. From the Punnett square, you just calculate the occurrence of capital R and small r. എത്ര ക്യാപിറ്റൽ ആർ ഉണ്ട്, റൗണ്ട് ഉണ്ട്, എത്ര റിങ്കിൾഡ് ഉണ്ട്? സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് റിങ്കിൾഡ് സീഡിനെ സൂചിപ്പിക്കുന്ന അലീലാണ് അല്ലേ? എത്ര ക്യാപിറ്റൽ ആർ ഉണ്ട്, എത്ര സ്മോൾ ആർ ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യൂ. 50-50 അല്ലേ? പകുതി അല്ലേ? ലൈക്ക്വൈസ് യു ജസ്റ്റ് കൗണ്ട് എത്ര ക്യാപിറ്റൽ വൈ ഉണ്ട്, എത്ര സ്മോൾ വൈ ഉണ്ടെന്ന്. ക്യാപിറ്റൽ വൈ എന്ന് പറയുമ്പോൾ യെല്ലോ സീഡ്, സ്മോൾ വൈ എന്ന് പറയുന്ന അലിയിൽ എന്താണ്? ഗ്രീൻ സീഡ്. പ്ലീസ് കൗണ്ട്. 50-50 ആണ് അല്ലേ? അപ്പോൾ ഓരോ അലീലിനെയും വെച്ച് നോക്കുമ്പോൾ അത് 50-50 ചാൻസിലാണ് ഇവിടെ ഒക്കറൻസ് അതിൻ്റെത് 50-50 ആണ്. And from this dihybrid cross, Gregor Mendel postulated a law. ഈ ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ അടിസ്ഥാനത്തിലും ഗ്രിഗർ മെൻഡൽ ഒരു ലോ പോസ്റ്റുലേറ്റ് ചെയ്തിട്ടുണ്ട്. വിച്ച് ഇസ് ദറ്റ് ലോ? ദ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ദ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ 2 characters are combined, നേരത്തെ 2 characters അല്ലേ കമ്പൈൻ ചെയ്തിരിക്കുന്നത്, വെൻ 2 characters are combined, the segregation of one character, segregation of allele of one character is independent to the segregation of another allele. Yellow round എന്ന ഈ 2 അലീൽസും ഗാമീറ്റിൽ സെഗ്രിഗേറ്റ് ചെയ്ത് പോകണ്ടേ? ഈ അലീല്, ഈ ക്യാരക്ടറിനെ നിയന്ത്രിക്കുന്ന അലീല് അടുത്ത ക്യാരക്ടറിനെ നിയന്ത്രിക്കുന്ന അലീലുമായിട്ട് ഡിപ്പെൻഡൻ്റ് അല്ല, ഇൻഡിപെൻഡൻ്റ് ആണ്. അതാണ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് സ്റ്റേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ മെൻഡൽസ് ഡൈഹൈബ്രിഡ് ക്രോസ്. ഡൈഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ലോ. സ്ക്രീന് നോക്കൂ നിങ്ങൾ. ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്, ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഹിയർ. So based on monohybrid cross, Gregor Mendel postulated 2 laws. Which were they? The law of dominance and law of segregation. And based on dihybrid cross, Gregor Mendel postulated his 3rd law, that is law of independent assortment. ഇത്രയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഒന്നുകൂടെ റിക്കലക്ട് ചെയ്യാലോ. ഇന്ന് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? ഒന്ന് കോ ഡോമിനൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ. ഇവൻ ദെൻ ലിറ്റിൽ മോർ ഇലാബറേറ്റ് ആയിട്ടാണ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത്, ഇൻക്ലൂഡിങ് സം പിക്ചേഴ്സ്.
അതുകൊണ്ട് ഇതൊന്നുകൂടെ ക്ലിയർ ആവുമെന്ന് കരുതുകയാണ്. കോഡോമിനൻസ് എന്താണെന്ന് പഠിച്ചു, അതിന് എക്സാമ്പിൾ ABO ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നും മൾട്ടിപ്പിൾ അലീൽസ് എന്താണെന്നും പഠിച്ചു. മൾട്ടിപ്പിൾ അലീലിസത്തിൽ 3 അലീൽസ്, ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന 3 അലീൽസിനെ നമ്മൾ പഠിച്ചു. അത് തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു. എന്താണ് ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റിംഗ് എന്ന് പഠിച്ചു, എങ്ങനെയാണെന്നും അറിയാൻ കഴിഞ്ഞു. പിന്നെ ഡൈഹൈബ്രിഡ് ക്രോസ് എന്താണെന്നും അതിനെ ബേസ് ചെയ്തിട്ട് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റും പഠിച്ചു. സോ വിത്ത് ദിസ് ഐ എം കൺക്ലൂഡിങ് ടുഡേയ്സ് വീഡിയോ. നിങ്ങളെല്ലാവരും ഇത് കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുമെന്ന് വിചാരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക്സ് എ ലോട്ട്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.